നമ്മുടെ സെൻട്രൽ ജയിലിലെ ആരാച്ചാർ എവിടെയാണെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ കഴിയാതെ വന്നപ്പോഴാ ബീഹാറിലെയും യാർവാദയിലെയും എക്സിക്യൂഷനെ കിട്ടുകയെന്ന് ഞാൻ അന്വേഷിച്ചത്. ആദ്യം അവർ വരാൻ തയ്യാറായതാ. തൂക്കേണ്ടത് ഹൈദർ മരക്കാരെയാണെന്ന് അറിഞ്ഞപ്പോ ഒരു മറുപടി പോലും പറയാതെ അവർ പിന്മാറി. അവസാനം തമിഴ്നാട് ഹോം ഡിപ്പാർട്ട്മെന്റിന്റെ കാല് പിടിക്കേണ്ടി വന്നു. അങ്ങനെയാ രാമയ്യനെ അയച്ചത്. പക്ഷേ അവനും ഇനി എന്ത് ചെയ്യും നരസിംഹൻ? ഒരു മാർഗേ ഉള്ളൂ. എങ്ങനെയും നിങ്ങളുടെ ജയിലിലുള്ള ആരാച്ചാരെ കണ്ടുപിടിക്കുക. എന്താ അയാളുടെ പേര്? ഭൈരവൻ. അവൻ എവിടെയായിരുന്നാലും ശരി കണ്ടുപിടിച്ചേ പറ്റൂ. ഞാൻ സർവീസിൽ നിന്നും റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് മരക്കാരുടെ ശിക്ഷ നടപ്പാക്കണം. എന്തായി? ആരാച്ചാർ എവിടെയുള്ളത് അന്വേഷിച്ചോ? മുഴുവൻ അരിച്ചു പിറക്കി സാർ. ഭൈരവനെ കുറിച്ച് ഒരു വിവരവുമില്ല. ഹൈദരെ സെല്യൂട്ട് ചെയ്യുന്നവർ അന്വേഷിച്ചാൽ ഭൈരവനെ കാണില്ല. ആരാച്ചാർ മരിച്ചുപോയിന്ന് റൂമർ കേട്ടു സാർ. എല്ലാവരും കൂടി അയാളെയും കൊന്നോ? മറ്റ് പോംവഴിയൊന്നുമില്ലെങ്കിൽ ജയിൽ ജീവനക്കാരിൽ ആരെയെങ്കിലും തന്നെ ആരാച്ചാരുടെ ജോലി ഏറ്റെടുക്കാൻ നിയമം അനുവദിക്കുന്നുണ്ട്. ആ വഴിക്ക് അന്വേഷിച്ചു നോക്കിയോ? സാർ, പക്ഷെ അതിനാരും തയ്യാറില്ല സാർ. ഇനി ആരാച്ചാരെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് പത്രത്തിലൊരു പരസ്യം കൊടുക്കാം സാർ. അല്ലെങ്കിൽ PSC വഴി. ഭൈരവൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വരും. അവൻ എവിടെയുണ്ടെങ്കിലും തേടിപ്പിടിക്കാൻ കഴിവുള്ള ആണുങ്ങൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലുണ്ട്. ഭൈരവൻ ജീവിച്ചിരിപ്പുണ്ട് സാർ. താമസം എവിടെയാണെന്ന് കണ്ടുപിടിച്ചു. വെരി ഗുഡ്. ആളിപ്പോ എവിടെയുണ്ട് സാർ? മിസ്റ്റർ രാംദാസ്, ഞങ്ങൾക്ക് അല്പം പേഴ്സണൽ മാറ്റേഴ്സ് ഡിസ്കസ് ചെയ്യാനുണ്ട്. സാർ, താൻ ആ ആരാച്ചാരെ വിളിക്കാനൊന്നും പോകണ്ട. വെറും ഒരു സബ് ഇൻസ്പെക്ടറായ നരിമാൻ ഈ കാക്കിക്കുള്ളിൽ ഒരുപാട് വളരാനുണ്ട്. ഹൈദർ തന്നതാണ്. എണ്ണി നോക്കിയിട്ട് പോരെങ്കിൽ പറയണം. സോറി സർ. ഹൈദറിനെ തൂക്കിക്കൊല്ലുന്ന ദിവസം വേളാങ്കണ്ണി പോയി തലമൊട്ടയടിക്കാമെന്ന് നേർച്ച ചേർന്ന് നടക്കുന്നവനാ ഞാൻ. നിന്റെ സർവീസ് ഞാൻ ഇത്രയും കാലം എന്റെ സർവീസ് ബുക്കിൽ ചുവന്ന വശി വീണിട്ടില്ല. ഇനി അങ്ങോട്ട് ചോക്കുന്നതാ എനിക്കിഷ്ടം. ആ, നാളെ സാർ കണി കാണുന്നത് ആരാച്ചാരുടെ മുഖമായിരിക്കും. ഭൈരവന്റെ മുഖം. എന്താ? എന്തുപറ്റി? ഏയ് ഒന്നുമില്ല. സ്വാമിനാഥേട്ടനും വേറെ 1-2 പേരും താഴെ കാത്തിരിക്കുന്നു. അമ്പലത്തിലെ താലപ്പൊലിയെ കുറിച്ച് എന്തോ പറയാനാ. ഞാനിപ്പോ ആരും കാണില്ല. നല്ല സുഖമില്ലാന്ന് പറഞ്ഞേക്കാം. ഇങ്ങനെ പുറത്താർക്ക് മുഖം കൊടുക്കാതെ ഇരിക്കുന്നത് കാണുമ്പോ കണ്ടു നിൽക്കുന്ന മറ്റുള്ളവർക്ക് അതിന്റെ വിഷമം. മന്നാടിയാർക്ക് 1000ാമത്തെ അതിഥിയും ആദ്യത്തെ അതിഥിയാണെന്ന് ഞാൻ എന്റെ കുട്ടിക്കാലത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നീ അവരോട് സംസാരിച്ച് എന്താ വേണ്ട ചച്ചി? നേരെ ഇരുത്തി. എന്താ ഒരു വല്ലായ്മ? വീരനെ പോകാൻ അനുവദിക്കുന്നതായിരുന്നു. ആരായി ആ സമയത്ത്? ഞാനാ മാരാരാ. ക്ഷമിക്കണം, അല്പം കുടിച്ചിട്ടുണ്ട്. വളരെ കഷ്ടപ്പെട്ട ആ ഭൈരവന്റെ താമസ സ്ഥലം കണ്ടുപിടിച്ചത്. അവനെ വിളിക്കാൻ ചെന്ന ജോസ് നരിമാനോട് അവൻ തീർത്തും പറഞ്ഞു ഈ പണിക്ക് അവനിനി ഇല്ലെന്ന്. വയസ്സായത്രേ.
അയാളെയും ഹൈദരമരക്കാര് വിലയ്ക്ക് വാങ്ങിയോ? അറിഞ്ഞുകൂടാ. ഭൈരവനെ ഞാൻ വിളിക്കാം. താൻ വിളിച്ചാൽ വരുവോ? നിങ്ങൾ പോലീസുകാർ വിളിച്ചാൽ അയാൾ വരില്ല. എവിടെയാ അയാളുടെ താമസം? തമിഴ്നാട് ബോർഡറില. ഇവിടെ 5-6 മണിക്കൂർ യാത്ര ചെയ്യണം. പൊൻപണിയേട്ടാ, എന്തോ ഭദ്രനോട് വണ്ടി ഇറക്കാൻ പറയും. ഞാൻ വേണ്ട, യാത്രയ്ക്ക് പുറപ്പെടുമ്പോ വേണ്ടാത്ത വർത്തമാനം ഒന്നും വേണ്ട. ഇറങ്ങല്ലേ? ആ, ഡ്രൈവർ ഈ കാറിനെ ഫോളോ ചെയ്തോളൂ. ആരാച്ചാർ എന്ന് പറയുന്നവൻ അത്രയ്ക്ക് VIP ആണെങ്കിൽ ഇവിടെ വന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് വയ്യ ഏമാനെ. 2 ദിവസം മുമ്പ് മറ്റൊരു ഏമാൻ വന്ന് കണ്ടപ്പോ ഞാൻ എല്ലാം പറഞ്ഞതാ. ഭൈരവ, വിധിക്കാനുള്ള അധികാരമേ ജഡ്ജിക്കുള്ളൂ. കൊല്ലാനുള്ള അധികാരം തനിക്കാ. ഇല്ല, കൊല്ലുന്ന പണി ഞാൻ നിർത്തി ഏമാനെ. തൂക്കാൻ വിധിച്ച ജഡ്ജിക്കില്ലാത്ത നൊമ്പരം തനിക്കെന്തിനെ? ജഡ്ജിക്ക് സ്വർണ്ണപ്പേന കൊണ്ട് കണ്ണും പൂട്ടിയിരുന്ന് എഴുതിയാ മതി. കയറ് പിരിച്ച് കഴുത്തിലിട്ട് തൂക്കിക്കൊല്ലേണ്ടത് ആരാച്ചാരാ, അല്ലേ ഭൈരവ? ഈ ലോകത്ത് ആരാച്ചാരോളം സുഹൃതം ചെയ്തവര് ആരുമില്ല. ഈശ്വരൻ ഭൂമിയിൽ സ്വയം ഇറങ്ങി വന്ന് ചെയ്യേണ്ട കാര്യങ്ങളാ നിങ്ങളിലൂടെ ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. ഒരു കൊലയാളിയെ തൂക്കിക്കൊല്ലാൻ നിങ്ങൾക്ക് കിട്ടുന്ന 150 രൂപ വളരെ തുച്ഛമായ കൂലിയാ. പഠിക്കണ്ട, ഉറങ്ങി പറയാം. പണം വേണ്ട ഏമാനെ, എനിക്കെന്റെ ജീവനാ വലുത്. മാപ്പാക്കണം. വാ പോവാം. ഇയാൾക്ക് പോയെങ്കിൽ ഞാൻ വരാം. നിങ്ങളാരാ? ഞാൻ കാശി, എന്റെ ചേട്ടായ ഭൈരവൻ. നിന്നെ ആരാ ഇങ്ങോട്ട് വിളിച്ചത്? ഓടാകത്ത്. ചേട്ടായെ ദൈവം തന്ന ഭാഗ്യം തട്ടിക്കളയല്ലേ. മാലോകര് ചോദിക്കാൻ തുടങ്ങി ഇപ്പൊ മറ്റേ പണിക്കൊന്നും പോണില്ലെന്ന്. ആളുകളെ തൂക്കിക്കൊല്ലുമ്പോ കിട്ടുന്ന സുഖം കൊട്ട വിറ്റാ കിട്ടുവോ? ചേട്ടായിക്ക് പോയെങ്കിൽ പെൻഷൻ പറ്റിപ്പിരിയെ. ഞാൻ വരാമന്നെ. ഇതിനു മുമ്പ് ആരെങ്കിലും നീ കൊന്നിട്ടുണ്ടോ? ഒരാടിനെ കൊന്നുണ്ട്. ആളെ തൂക്കാൻ അറിയാമന്നെ. ചേട്ടായിയുടെ കൂടെ ഞാൻ അസിസ്റ്റന്റായി പോയിട്ടുണ്ട്. തൂക്കത്തിനുള്ള കയറ് വെണ്ണ പുരട്ടി പിരിക്കണതും കുല്ല ഉണ്ടാക്കണതും പിൻകെട്ട് കെട്ടണതും ഒക്കെ ഞാൻ തന്നെയാ. ഏമാന് സംശയം ചേട്ടായിയോട് ചോദിച്ചു നോക്ക്. ചുമ്മാ ലിവർ വലിക്കണ പണിയെ ചേട്ടായിക്കുള്ളൂ. ഏമാനെ ഇവന് പ്രാന്താ. ഒന്ന് അകത്ത് പോടും. ആണുങ്ങളായ ഉശിര് വേണം. ഉയിര് പോയാലും ഉശിര് കളയരുത്. മുത്തച്ഛന് മഹാരാജാവായിട്ട് കൽപ്പിച്ചു തന്ന കുലത്തൊഴില് ഇനി ഞാൻ കൊണ്ടു നടക്കാം. ഒരുപാട് പേരെ കൊന്ന ഹൈദരെ തൂക്കിലേറ്റിയത് കാശിയാണെന്ന് നാളെ ചരിത്രം പറയും. കേട്ടാ? പൂജയും വഴിപാടും കഴിച്ച് റെഡിയായിരിക്കും. നാളെ ജോസ് തരുമാനെ അയക്കാം. അയ്യോ എന്റെ അമ്മ, അത് പറ്റില്ല. ഇതെന്റെ കന്നി തൂക്ക. 3 ദിവസത്തെ പൂജയും അവസാനത്തെ ദിവസം ഞങ്ങളുടെ ഭഗവതിക്ക് ഒരു കോഴിക്കുരുതിയും വേണം. ആയിക്കോട്ടെ, അത് കഴിഞ്ഞിട്ട് മതി. ഓ ആ, ഇത് വെച്ചോളൂ. ഓ